പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിന്റെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി മാർക്കറ്റിലെ വ്യാപാരികൾക്ക് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. നിർമ്മാണം ആരംഭിക്കേണ്ട സ്ഥലത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന താൽക്കാലിക കടകൾ നീക്കിയതിനു ശേഷമാണ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താനുള്ള പ്രവൃത്തികൾക്ക് തുടക്കമായത്. പുനലൂർ നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ പ്രവൃത്തികൾ നടന്നത്. പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ വ്യാപാരികളുമായി ഏറെ നേരം ചർച്ചയും നടത്തി. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ രമ്യതയിൽ പോകണം. താല്പര്യം ചെയ്യണമെങ്കിൽ അന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കച്ചവടം ഞാൻ പറയട്ടെ നമ്മളൊരു ധാരണ നമ്മളെന്തോ അത്യാവശ്യം ഇവിടെ കച്ചവടം ചെയ്യുന്നവർക്ക് ഇപ്പൊ ലൈവായിട്ട് കച്ചവടം കച്ചവടം ചെയ്യുന്നവർക്ക് എന്നെ കച്ചവടം ചെയ്യുന്നവരില്ല. അവിടെ കച്ചവടം ചെയ്യുന്ന ഒരാളല്ലേ എന്ത് ചെയ്യുന്നു? പച്ചക്കറി കച്ചവടം ഹോൾസെയിലല്ലേ? ഹോൾസെയിൽ കടയുണ്ട്. നമ്മൾ അതിനകത്ത് ഞാൻ പറയട്ടെ, അത് എനിക്കല്ലയോ സമ്മതിച്ചെന്ന്. ഇവിടെ വേറെ റീറ്റെയിൽ റീറ്റെയിൽ ചെയ്യുന്നില്ലല്ലോ ഇതിനകത്ത്. ആ കടക്കാരന് കൊടുക്കണ്ടേ നിങ്ങള്? ആ കടക്കാരന് കട കൊടുക്കും, അത് ആവശ്യം ഏൽപ്പിച്ചേക്കല്ലയോ? വാശിയുടെ കാര്യമില്ല പറഞ്ഞോ. അവർക്ക് കട കൊടുക്കും. അതല്ല നമ്മള് അവർക്ക് മാത്രം എന്താ കൊടുത്താ ബേളം വെക്കാതെ അങ്ങോട്ട് കച്ചവടം ചെയ്യാനുള്ള പണി അടിച്ചുകൊണ്ടുള്ള കാര്യം. ഞാൻ ചന്തയില്ല ഇതൊക്കെ പൊളിച്ചു മാറ്റുന്നത് എനിക്കവിടെ സഹായം. എത്രയാണ് മൊത്തം? എല്ലാവർക്കും വളം കൊടുക്കും. മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം അത് ചെയ്ത് പൊക്കിയങ്ങ് ചെയ്താൽ മതി. അത് അവിടെ അങ്ങനെ ഉണ്ടല്ലേ? മഴ വരുമ്പോഴാണ്
ഇതിനുശേഷമാണ് അളന്ന് തിട്ടപ്പെടുത്തൽ നടപടികൾക്ക് തുടക്കമായത്. 36 മീറ്റർ നീളമാണ് അളന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 15 വ്യാപാരികളെ പുനരധിവസിപ്പിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. അതേസമയം അളന്ന് തിട്ടപ്പെടുത്തൽ നടപടികളിൽ ഒരു വിഭാഗം വ്യാപാരികൾ അമർഷവും രേഖപ്പെടുത്തി കഴിഞ്ഞു. മെയ് 9-നകം കടകൾ ഒഴിയണമെന്നാണ് പുനലൂർ മാർക്കറ്റിലെ വ്യാപാരികളോട് നഗരസഭാ അധികൃതർ നോട്ടീസ് വഴി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വ്യാപാരികൾ പൂർണ്ണമായും ഒഴിയുന്ന മുറയ്ക്ക് ഈ കെട്ടിടങ്ങളും പൊളിച്ച് നീക്കിയതിനു ശേഷമായിരിക്കും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുക. പുനലൂർ മാർക്കറ്റിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് മരാമത്ത് റോഡിന് അഭിമുഖമായുള്ള എ ബ്ലോക്കിന് പിന്നിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുക. പുനലൂർ മാർക്കറ്റിന്റെ മുഴുവൻ സ്ഥലവും ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുക, പുതിയ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്തിന്റെ ബാക്കി വരുന്ന ഭാഗങ്ങളിൽ കൂടുതൽ താൽക്കാലിക ഷെഡുകൾ നിർമ്മിക്കുക എന്നീ തീരുമാനങ്ങളും പുനലൂർ നഗരസഭാ അധികൃതർ സ്വീകരിച്ചു കഴിഞ്ഞു. അതേസമയം മെയ് 15-ന് പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിന്റെ നിർമ്മാണോദ്ഘാടനം സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാനമൊട്ടാകെ 65 ആധുനിക മത്സ്യചന്തകൾ നവീകരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുനലൂരിലും ചന്ത നവീകരിക്കുന്നത്. 21,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 37 കടകൾ, 25 മത്സ്യ സ്റ്റാളുകൾ, 24 ഉണക്കമീൻ സ്റ്റാളുകൾ, വഴിയോര കച്ചവടക്കാർക്കായി 33 സ്റ്റാളുകൾ, 2 ഗോഡൌൺ, ശൗചാലയങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കും. 5.65 കോടി രൂപയാണ് അടങ്കൽ. തമിഴ്നാട്ടിലെ സേലം ആസ്ഥാനമായുള്ള VPM പ്രോജക്ട് എന്ന കമ്പനിയാണ് കരാർ എടുത്തിട്ടുള്ളത്. 2025 ഡിസംബർ 31-നകം നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് കരാർ. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.